നമസ്കാരം. ട്രിക്സ് ബൈ ഫാസിൽ ബഷീറിന്റെ യൂട്യൂബ് ചാനലിലെ CP ഷിഹാബുമായിട്ടുള്ള ഇന്റർവ്യൂ നിലവിൽ നടക്കുകയും ഷിഹാബിന് ഒരു നെഗറ്റീവ് പരമായിട്ടുള്ള ഒരു ഇമേജ് എന്ന് വെച്ചാൽ മുതുകാട് സാറിന് ഒരു വെള്ളപൂശൽ തരത്തിലുള്ള ഇതായിട്ടും ആ ഒരു ഇന്റർവ്യൂ മാറിക്കഴിഞ്ഞു. പക്ഷെ തെറ്റ് അത് ആരിന്റെ ഭാഗത്താണോ അത് അവര് അതിൻ്റെതായ നിയമ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാവണം എന്ന് തന്നെ ഞാൻ ഇപ്പോഴും പറഞ്ഞു. അതിപ്പോ ഷിഹാബ് പറയുന്ന സത്യമാണെങ്കിൽ മുതുകാടും അതപ്പോ മുതുകാട് ചെയ്യുന്ന തെറ്റാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ശിക്ഷ അനുഭവിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ മാജിക് പ്ലാനറ്റിന്റെയും പിന്നെ മുതുകാട് സാറിന് ഒരു അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് നമ്മുടെ ഫാസിൽ ബഷീർ, നമ്മുടെ ട്രിക്സ് ബൈ ഫാസിൽ യൂട്യൂബ് ചാനലിന്റെ ആ പുള്ളി. അപ്പോൾ ഇവര് നിലവിൽ പുള്ളിന്റെ വന്ന് ഇന്റർവ്യൂ ഒക്കെ നടത്തി. അപ്പോൾ ഒരു ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് പൊരുത്തം നോക്കിയിട്ടുള്ള ഓരോരോ പരിപാടികളായിരുന്നു പുള്ളി ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. ആ ഒരു ഇതില് പുള്ളിനൊരു നെഗറ്റീവ് ലെവലില് CP ഷിഹാബ് എന്ന് പറഞ്ഞ ആള് ഒരു നെഗറ്റീവ് ഇതിലോട്ട് മാറി. എന്ന് വെച്ചാൽ ഫാൻ ഫൈറ്റ് എന്ന് വെച്ചാൽ പുള്ളിന്റെ മുതുകാട് സാറിന്റെ ഫാൻസും പിന്നെ CP ഷിഹാബ് ഫാൻസും പിന്നെ നമ്മുടെ ഫാസിൽ ബഷീറിന്റെ പിന്നെ ഇവര് മൂന്നുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഭയങ്കര ഇതെല്ലാം നെറ്റ് ഓണാക്കിയ കാണുന്നതാണ്. അല്ലാത്ത പക്ഷം ഇതെല്ലാം നില്ലാണ്. പക്ഷെ നെറ്റ് ഓണാക്കിയ കാണുന്നതാണ് ഈ ഒരു പോര് മറ്റേ കമന്റ് ബോക്സിന്റെ ഉള്ളിൽ. അപ്പോ ഇന്നലെ ആ ഒരു വീഡിയോ വന്നതിന് ശേഷം CP ഷിഹാബ് പുള്ളിന്റെ യൂട്യൂബ് ചാനലിൽ കറക്റ്റായിട്ട് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ, ഇന്റർവ്യൂ നടന്നതിന്റെ ഭാഗം എന്താണ് ഇങ്ങനെ ആയതെന്നുള്ളതിന്റെ ഒക്കെ എക്സ്പ്ലനേഷൻ പറഞ്ഞു. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എന്റെ ഇന്റർവ്യൂവിന്റെ മുഴുവനായിട്ടുള്ള ഭാഗം ഇവിടെ വെച്ചിട്ടില്ല. ആ ഒരു പോർഷൻ കട്ട് ചെയ്തിട്ട് ആ ഒരു വാക്ക് വന്ന് അവിടെ നിന്ന് കട്ട് ചെയ്ത് വേറത് പഴയ ഇന്റർവ്യൂ ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തത് പേസ്റ്റ് ചെയ്താണെന്നൊക്കെ പറഞ്ഞിട്ട് CP ഷിഹാബ് പറഞ്ഞു. ഇതിനേക്കാൾ വലിയ തെളിവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേപോലെ സീക്രട്ടിന്റെ ചാനലിലും വന്നിട്ട് ഇതേപോലെ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞ് എല്ലാം ക്ലോസ് ചെയ്തതാണ്. അപ്പോൾ ഇനിയിപ്പോൾ തെളിവുമായിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഫാസിൽ ബഷീർ ഇത് കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അടുത്തൊരു വീഡിയോ വരും എന്നുള്ളത്. അതിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു സംവാദത്തിന് പുള്ളി പറയുന്നുണ്ടായിരുന്നു, ഞാൻ എവിടെയാണെങ്കിലും വരാം, നിങ്ങളും വരണം, ഇതിന്റെ ആരൊക്കെയാണ് ഇതിന്റെ സത്യം അറിയണത് അതെല്ലാവരും വരണം, ഇന്ന പറഞ്ഞ മാജിക്കൽ പ്ലാനറ്റ് പറഞ്ഞതൊരു ഇതിലോട്ടാണ് വരേണ്ടത് എന്നൊക്കെ പറഞ്ഞൊരു ഓപ്പൺ വെല്ലുവിളി നടത്തി. അതിനെ സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ സീക്രട്ട് ഏജന്റ് എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടറിയാൻ പറ്റും വീഡിയോ. അപ്പോൾ പുള്ളി അത് CP ഷിഹാബിനെ കൊണ്ടുപോകണതോ അതിന്റെ ഇതിന്റെയൊക്കെ യൂട്യൂബായിട്ട് മുതുകാടിനെ സംബന്ധിച്ചുള്ള യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടുള്ളതിനെയൊക്കെ എല്ലാവരും കൊണ്ടുപോയിട്ടുള്ള ഒരു ഇതിന് ഓപ്പൺ സംവാദത്തിന് തെളിവുകൾ നിരത്തിക്കൊണ്ടുള്ള ഒരു സംഭാഷണത്തിന് തയ്യാറായിട്ട് ഇവര് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇനി പല ദിവസങ്ങൾ എന്താണെന്ന് അറിയില്ല. പക്ഷെ പുള്ളിന്റെ ഒരു എക്സ്പ്ലനേഷൻ അവരുടെ നമ്മുടെ ട്രിക്സ് ബൈ ഫാസിൽ ബഷീറിന്റെ അവര് ഇങ്ങനെ ഒരു CP ഷിഹാബിന്റെ ഒരു വീഡിയോ ഇട്ട ശേഷം അവരുടെ പുള്ളി പേഴ്സണലായിട്ട് വീഡിയോ ഇട്ട ശേഷം അതിന്റെ ഒരു ഇതായിട്ട് നിലവിൽ വീണ്ടും ട്രിക്സ് ബൈ ഫാസിൽ ബഷീറിന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. മുതുകാട് സാറിനെതിരെ ഷിഹാബ് നടത്തിയ ആരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം മുതുകാട് സാറിന്റെ ആരാധകർ ഒരു ഭാഗത്തും ഷിഹാബിന്റെ ആരാധകർ മറുഭാഗത്തും നിന്നുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല അതിന് റിയാക്ഷൻ വീഡിയോ ഒരുപാട് ആളുകൾ അതെടുത്തിട്ട് അതങ്ങനെയാണ് ഇങ്ങനെയാണ് ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ പറഞ്ഞു. അതായത് പുതിയൊരു കണ്ടന്റ് കിട്ടിയല്ലോ അവർക്ക്. അപ്പോൾ അത് വെച്ചിട്ടും മറ്റുള്ള രീതികളൊക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ല ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് മറുപടിയായി ഷിഹാബ് എത്തിയിരിക്കുകയാണ് സുഹൃത്ത് സായിയോടൊപ്പം. അപ്പോൾ അതും ഞാൻ കണ്ടു. എനിക്കെതിരെയുള്ള വലിയ വെല്ലുവിളികളൊക്കെയാണ്. മാത്രമല്ല ഞാൻ വിചാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മുകളിലുള്ള എന്തെങ്കിലും എവിഡൻസ് കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതുമായിട്ട് ഒന്നും ബന്ധപ്പെട്ട് ഒന്നും പറയുന്നില്ല. അതിൽ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ഒരു ആരോപണം, ഈ വീഡിയോയുടെ മുഴുവൻ ധൈര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ മുഴുവൻ ഭാഗം ഒന്ന് അപ്ലോഡ് ചെയ്യൂ എന്നുള്ളതാണ്. ഒരുപാട് പേര് കമന്റിലും ഈ ഷിഹാബ് സപ്പോർട്ടേഴ്സ് കമന്റിലും ചോദിക്കുന്നത് അത് തന്നെയാണ് കേട്ടോ. അതായത് ധൈര്യമുണ്ടെങ്കിൽ ആ വീഡിയോയുടെ മുഴുവൻ ഭാഗവും അപ്ലോഡ് ചെയ്യാനാണ്. ആ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട്, ഷിഹാബുമായിട്ടുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം റഷ് ഫയൽ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുന്നതാണ് എന്ന് ഫസ്റ്റ് കമന്റിൽ ആ സമയത്ത് തന്നെ പിൻ ചെയ്തിട്ടുണ്ട്. ഇവർ വിവാദം ഉണ്ടാക്കുന്നതിന് മുമ്പേ പിൻ ചെയ്ത് അതിന്റെ ടൈമൊക്കെ നോക്കിയാൽ നിങ്ങൾക്കറിയാം. മാത്രമല്ല ഈ ഒരു എപ്പിസോഡ് കണ്ട് നിങ്ങൾ വിലയിരുത്തരുത്, ഇനി എപ്പിസോഡുകൾ വരാനിരിക്കുകയാണ്. പക്ഷേ ആളുകൾക്ക് അതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ അതൊന്നും വായിക്കാനോ ഉള്ള സമയമൊന്നുമില്ല. അവർക്കിപ്പോൾ തന്നെ ഇതിനൊരു തീർപ്പ് കൽപ്പിക്കണം എന്നുള്ള രീതിയിൽ ചേരി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതങ്ങനെ തന്നെ വരുള്ളൂ. നിലവിൽ ഇതെങ്ങനെയെങ്കിലും തീരുമാനം ആവണത് ആരുടെ ഭാഗത്താൽ ശരി തെറ്റെന്നുള്ളതൊക്കെ അതുപോലെ ഓപ്പൺ സംവാദത്തിലൂടെ. പിന്നെ ഇപ്പൊ ഈ ഇട്ട വീഡിയോ പുതിയ വീഡിയോ ആണ്. ഇതിന് മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഡിലീറ്റ് ചെയ്തു. എന്തൊരു
മറ്റുള്ള ചാനലിന്റെ കണ്ടന്റ് വേറെ റീയൂസർ കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതിന്റെ ഭാഗത്തിന് അതിന്റെ പൂർണ്ണ രൂപം എല്ലാം സീക്രട്ട് ഏജന്റ് എടുത്തു വെച്ച് പുള്ളിന്റെ യൂട്യൂബ് ചാനലെല്ലാം നിലവിലിട്ടിട്ടുണ്ട്. അത് നിങ്ങൾ എടുത്തു പോയി ഒന്ന് കാണാം. സീക്രട്ട് അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇതിന്ന് വന്ന വീഡിയോന്റെ ഡ്യൂറേഷനും പഴയത് അപ്ലോഡ് ചെയ്ത വീഡിയോന്റെ ഡ്യൂറേഷൻ തമ്മിൽ നല്ല മാറ്റമുണ്ട്. 2 മിനിറ്റ് കട്ട് ചെയ്തിട്ടാണ് ഇപ്പൊ കണ്ട വീഡിയോ നമ്മുടെ ഫാസിൽ ബഷീർ ഇട്ടിരിക്കുന്നത്. അതിന് വിട്ടുപോയ കുറച്ച് വാലും തുമ്പും എല്ലാം സീക്രട്ട് ഏജന്റ് കറക്റ്റായിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളിന്റെ ഇതിൽ യൂട്യൂബ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോര് അത് നടക്കുക തന്നെ ചെയ്യും. കാരണം മാജിക്കൽ പ്ലാനറ്റിനെതിരെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം CP ശിഹാബ് എന്ന് പറഞ്ഞ അവിടുത്തെ മുൻ ജീവനക്കാരനായ CP ശിഹാബ് ഉന്നയിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ, അല്ലെങ്കിൽ ഇതിന് പുറമെ വന്ന സ്ത്രീകളുടെ അടുത്ത് പോലും അന്വേഷിക്കാതെ, അല്ലെങ്കിൽ അമ്മമാരുണ്ടല്ലോ ഇഷ്ടംപോലെ അമ്മമാർ വന്നിട്ടുണ്ടായിരുന്നു ഇതിനെ മാജിക് പ്ലാനറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള ചെറിയ പൊരുത്തക്കേടുകളൊക്കെ സംഭവിക്കേണ്ടതുകൊണ്ട് അമ്മമാർ അവന്റെ അടുത്തൊന്നും ചോദ്യം ചെയ്യാതെ ഡയറക്ടർ CP ശിഹാബിന്റെ വന്നിട്ട് ഇന്റർവ്യൂ എടുക്കുന്നതിന്റെ ഒരു ചെതോ വികാരം അതും എന്താണെന്നുള്ള കാര്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനു മുമ്പും കുറെ യൂട്യൂബ് ചാനലുകളിലായാലും ഫേസ്ബുക്കിലായാലും കുറെ രക്ഷിതാക്കൾ വന്നിട്ട് ഇങ്ങനെയുള്ള കംപ്ലൈന്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം CP ശിഹാബ് നിലവിൽ പറഞ്ഞതിന്റെ ചേഞ്ച് ചെയ്യാനായിട്ടാണ് ഇങ്ങനെയുള്ള കുറെ ആരോപണങ്ങൾ ബാക്കിൽ വന്നത്. അവരോടൊന്നും എൻക്വയറി ചെയ്യാതെ വൈ CP ശിഹാബ് എന്നതാണ് എൻ്റെ ഒരു ചോദ്യം. ആർക്കും തെളിവുകൾ വേണ്ട, ഇതൊക്കെ എന്ത് തെളിവ് എന്നുള്ള നിലയിലാണ് ആളുകൾ സംസാരിക്കുന്നത്. ശിഹാബ് നൽകിയിട്ടുള്ള ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിലും അത് തന്നെയാണ് ശിഹാബ് ആവർത്തിക്കുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന പോയിന്റ് ഇതാണ്, വീഡിയോ പൂർണ്ണരൂപം ഇല്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ശിഹാബിൻ്റെ അടുത്ത് എത്തിയതെന്നും എനിക്ക് എങ്ങനെയാണ് ശിഹാബ് ഇന്റർവ്യൂ എടുക്കാൻ പെർമിഷൻ തന്നതെന്നുള്ള കഥയൊക്കെ ഞാൻ പിന്നീട് പറയാം. എന്ത് തന്നെയായാലും ശിഹാബും ഞാനുമായിട്ടുള്ള ആദ്യം മുതൽ ഇവിടം വരെയുള്ള എല്ലാ കോൺവെർസേഷനും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ് അയച്ചിരിക്കുന്നതും മെസ്സേജ് അയച്ചിരിക്കുന്നതും ഒക്കെ വേണമെങ്കിൽ ഞാനത് പൂർണ്ണമായിട്ടും ഇവിടെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതുപോലെ ഈ പറഞ്ഞ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ തയ്യാറാണ്. ഇനി മറ്റൊരു ആരോപണം, ആ ഇന്റർവ്യൂ എടുത്തിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതായത് ശിഹാബ് അവിടെ പറഞ്ഞ കാര്യമല്ല അത് ഇവിടെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് അവിടെ പേസ്റ്റ് ചെയ്തു എന്നുള്ള തരത്തിലൊക്കെയാണ് പറയുന്നത്. സോ ഞാൻ പറഞ്ഞല്ലോ, പൂർണ്ണമായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നെ കട്ട് ചെയ്ത് അവതരിപ്പിക്കുന്ന സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫക്റ്റും ഒരു സൗണ്ട് എഫക്റ്റ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ നിർത്തുന്നു. അതും ആരോപണമായിട്ട് വേറൊരു ചാനലിലും മറ്റൊരാൾ ചെയ്തിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ അതൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. സോ എന്ത് തന്നെയായാലും അത് നമ്മുടെ ട്രിക്സ് ചാനലിന്റെ ഒരു ശൈലിയാണ്. ശിഹാബ് മുതുകാട് സാറിനെതിരെ പറയുന്ന ആരോപണങ്ങളിൽ ഇതേ എഫക്റ്റ് ഇട്ട് എത്രയോ വീഡിയോകൾ വന്നിരിക്കുന്നു. എന്റെ രണ്ടാമത്തെ മുഖം പുറത്തെടുപ്പിക്കരുത്. പഠിച്ച് മാറ്റങ്ങൾ ഉണ്ടായി സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന എത്ര കുട്ടികളുണ്ട്. ദൈവമാണ് സാറില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറയണം. ഇങ്ങനെ പറയുമ്പോഴും അദ്ദേഹം അവിടെ സ്വയം ദൈവമാകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും നമ്മളുടെ ഈ ചാനലിന്റെ ശൈലി അങ്ങനെയാണ്. കാരണം ഓരോ കാര്യങ്ങൾ 1 by 1 ആയിട്ട് കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സംഗതി പ്രിവ്യൂ പോലെ ചെയ്യുന്നതെല്ലാം നല്ല തന്നെയാണ്. കാരണം വ്യൂവർഷിപ്പ് അത് തന്നെയാണല്ലോ. എല്ലാവരും വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ CP ശിഹാബ് എന്ന് പറഞ്ഞ വേറൊരു ഇന്റർവ്യൂ ചാനലിൽ ഒരു ബൈറ്റ് കൊടുത്തതിന്റെ ഇതിലാണ് അവർ എഡിറ്റ് ചെയ്തിട്ടത്. അത് ഒബ്വിയസ്ലി അതൊരു വ്യൂവർഷിപ്പിന് വേണ്ടി ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ ഫാസിൽ ബ്രോ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പറഞ്ഞ ഒരു വാക്ക് കട്ട് ചെയ്ത് അവിടെ നിർത്തിയിട്ട് അതിന്റെ ഡ്യൂറേഷൻ കണ്ടിന്യൂഷൻ ഇല്ല, അവിടെ നിന്ന് കട്ട് ചെയ്ത് നിർത്തിയിട്ട് പിന്നെ ഓൾഡ് ചാനലിൽ കൊടുത്ത ഒരു ഇന്റർവ്യൂ, ഈ ആരോപണം വന്ന സമയത്ത് പ്രസ് ക്ലബ് എറണാകുളം വെച്ചിട്ട് നടന്ന ഒരു പ്രസ് മീറ്റിൽ പുള്ളി കൊടുത്ത ഇന്റർവ്യൂവിൽ അന്ന് പറഞ്ഞതും വെച്ച് രണ്ടും കൂടിയിട്ടുള്ള ഒരു തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇതില് വൈരുദ്ധ്യമുണ്ട്. കാരണം ഇപ്പൊ ഇന്റർവ്യൂല് ബഷീറിന്റെ അടുത്ത് പറഞ്ഞ ആ ഒരു വാക്കും ഇന്റർവ്യൂല് പറഞ്ഞ വാക്കും തമ്മിലിട്ട് രണ്ടും വൈരുദ്ധ്യമുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് നെഗറ്റീവ് അടിക്കും. CP ശിഹാബ് അന്ന് പറഞ്ഞത് എങ്ങനെയല്ലല്ലോ എന്നുള്ള ഒരു നെഗറ്റീവ് അടിക്കും. പക്ഷെ CP ശിഹാബ് എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഞാൻ പറഞ്ഞതൊന്നും എന്റെ തെളിവുകളൊന്നും കേൾക്കാൻ ഫാസിൽ ബ്രോ തയ്യാറായില്ല എന്ന് തന്നെയാണ് CP ശിഹാബ് ഇപ്പോഴും പറയുന്നത്, എപ്പോഴും പറയുന്നത്. അതാണ് ചോദിക്കുന്നത്, എന്ത് തെളിവ്? ഇപ്പൊ പറഞ്ഞു, ഇപ്പോ എന്റെ അടുത്ത് പറഞ്ഞ അതേ തെളിവ് തന്നെയാണ് ആ നിലവില് സീക്രട്ട് ഏജന്റിന്റെ ഒപ്പം വന്നിട്ട് വീഡിയോ ചെയ്തപ്പോഴും തന്നിരിക്കുന്നത്, കൂടുതലൊന്നും വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ തരുമായിരിക്കും, അതിൻ്റെതായ ഒരു ഓപ്പൺ സംവാദം ഉണ്ടെങ്കിൽ മാത്രം.
പ്ലാനറ്റിൽ ആ ഒരു എംപവർ എന്ന് പറയുന്ന ഒരു ഷോയിൽ ആ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയുടെ അമ്മയ്ക്ക് ഷിഹാബ് അയച്ചിരിക്കുന്ന ഒരു മെസ്സേജാണ് ഷിഹാബ് എവിഡൻസ് ആയിട്ട് തരുന്നത്. അതിൽ ഷിഹാബ് പറയുന്നത് ഇങ്ങനെയാണ്: വാർത്തകൾ കാണുന്നില്ലേ, ആ അമ്മ വ്യക്തിവൈരാഗ്യം തീർക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മുതുകാട് ആ പറഞ്ഞിരിക്കുന്ന വോയിസിൽ ഉള്ള ഞാൻ തന്നെയാണ് സംസാരിച്ചത്. കാരണം ഷിഹാബ് ഇവിടെ നിന്ന് പോയെങ്കിൽ ഞാൻ എടുത്ത ആ ഒരു ഫുട്ടേജുകളും കാര്യങ്ങളും വേറൊരു നരേഷനോട് കൂടി എന്തൊക്കെയാണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചത്. കാരണം മുതുകാട് സാറിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഈ ഷിഹാബ് ഉന്നയിച്ച ഈ ആരോപണത്തിൽ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞത് നിങ്ങളത് നിസ്സാരമായിട്ട് കണക്കാക്കരുത്. കാരണം ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞ ആ ഒരു വാക്കിന്റെ പുറത്ത് ആളുകൾ ഉണ്ടാക്കിയ വിഷയങ്ങൾ ഭീകരമാണ്. ഈ വാക്കുകൾ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങളിലേക്ക് പോയിരിക്കുന്നത്. അത് നിങ്ങളാരും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പല ആളുകളും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ വിഷയം ഇപ്പോൾ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് വഷളാക്കി പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം ഒരുപാട് ആളുകളുടെ, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആർട്ട് സെൻറ്റർ എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരുപാട് സുമനസ്സുകൾ, ഞാനടക്കം അങ്ങോട്ടേക്ക് ഡൊണേഷൻ കൊടുത്തിരിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. ഇന്ന് ഇപ്പോൾ നിലവിൽ അവിടെ ഉള്ളത് ഏകദേശം 200 ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള കുട്ടികളാണ്. അത്രയും തന്നെ അവരുടെ രക്ഷകർത്താക്കൾ, മീൻസ് അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ അവിടെയുണ്ട്. അതോടൊപ്പം ഇവരെ പരിചരിക്കുന്നതിന് വേണ്ടി ഡിഫറെൻ്റ് ആർട്ട് സെൻറ്ററിൽ തന്നെ ഏകദേശം 40 ജോലിക്കാരുണ്ട്. മാജിക് പ്ലാനറ്റിൻ്റെ കീഴിൽ 96 ജോലിക്കാരുണ്ട്. ഇത് കൂടാതെ ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്ന ഏകദേശം 20ഓളം ആളുകളുണ്ട്. അപ്പോൾ 150-ന് മുകളിൽ ആളുകൾ അവിടെ ജോലിക്കാരുണ്ട്. 200ഓളം കുട്ടികളുണ്ട്. അത്രയും തന്നെ അവരുടെ രക്ഷകർത്താക്കളുണ്ട്. അപ്പോൾ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത് നിങ്ങൾ നേരിട്ട് പോയി കണ്ടാലാണ് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇനി വരുന്ന എപ്പിസോഡിൽ നമ്മൾ ചെയ്യാനിരുന്നതാണ്. എന്തായാലും ആ ഒരു എപ്പിസോഡിന് വേണ്ടി നമ്മളും വെയിറ്റിംഗ് തന്നെയാണ്. അതന്നെയാണ് പറഞ്ഞത്. അവിടുത്തെ സ്റ്റാഫുകളിനെ കുറിച്ചോ കുട്ടികളെ കുറിച്ചോ ഒന്നുമല്ല അവിടുത്തെ ആരോപണം. അതല്ല അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആരോപണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടേണ്ട ആനുകൂല്യം അല്ലെങ്കിൽ ഈ ഒരു സിമ്പതി പിടിച്ചു പറ്റിയിട്ട് കോടികൾ മേടിച്ചിട്ട് പോക്കറ്റിൽ ഇടണമെന്നുള്ളൊരു ആരോപണം മുതുകാട്ട് എതിരായിട്ടുള്ളത്. ഇവർ കിട്ടുന്ന സ്കോളർഷിപ്പൊക്കെ അടിച്ചു മാറ്റുക, റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റാണ്ട് രക്ഷിതാക്കൾ വന്നിട്ട് ആരോപണങ്ങൾ പറയാം. മാജിക്കൽ പ്ലാനറ്റ് എന്ന് പറഞ്ഞ ആ ഒരു സാധനം മുന്നിൽ നിർത്തി. എന്ന് വെച്ചാൽ പുള്ളി ഇപ്പോൾ സ്റ്റേജ് ഷോയ്ക്കൊന്നും പങ്കെടുക്കുന്നില്ല. TV ഷോ ആയിക്കോട്ടെ, എവിടെയും പുള്ളി വരുമാനം കിട്ടുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള പരിപാടിയില്ല. ഫുൾ ടൈം മാജിക്കൽ പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നടക്കുന്ന ഒരു ഇത് തന്നെയാണ്. പക്ഷെ അതിൽ ഒരു പക്ഷം ആൾക്കാർ എൻ്റെ കുട്ടിക്ക് ഇതിൽ വന്നത് കൊണ്ടാണ് കുറച്ചും കൂടി ഒരു ആക്റ്റീവായിട്ട് നിന്നത്, ഇതേപോലെ ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ പോലെ അമ്മമാരൊക്കെ നിലവിൽ ഒരു വശം വരുന്നുണ്ട്. അതിന് പറയിപ്പിച്ചിട്ടാണോ ഇനി അവന്റെ സ്വയം ഇതാണെന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് തെളിയിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ അതിൽ വർക്ക് ചെയ്ത ഒരാള് എന്നുള്ള ലെവലിൽ ഷിഹാബ് വന്നിട്ട് ഒരു ആരോപണം പറയുമ്പോൾ അത് തെളിയിക്കേണ്ട ബാധ്യത ഈ പറഞ്ഞ മാജിക്കൽ പ്ലാനറ്റിന്റെ ഡയറക്ടറായ നമ്മുടെ മുതുകാട് സാറിന് നിലവിലുണ്ട്. അത് പറയാതെ ഈ ആരോപണങ്ങൾക്കും ഒന്നും മുഖവില കൊടുക്കാതെ ഇങ്ങനെ അതിന്നൊക്കെ തെന്നിമാറി പോകുന്ന സമയത്ത് അവിടെയാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിലവിലുള്ളത്. ഇപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ എന്ന് പറഞ്ഞ് ഷിഹാബും സീക്രട്ട് ഏജന്റും കൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഒരുപാട് വളരെ മോശമായിട്ടൊക്കെ നമ്മൾ പറയുന്നുണ്ട്, പല കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ വേറെ ഒന്നും പറയുന്നില്ല. ഈ പറയുന്ന ആളുകളും ഈ കമന്റ് ഇടുന്ന ആളുകളും വീഡിയോ ചെയ്യുന്ന ആളുകളും എല്ലാം ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുമ്പോൾ അതൊന്നും തെളിവുകളല്ല. ഇത് എന്ത് തെളിവ് എന്ന് ചോദിച്ച് ഈ പറഞ്ഞ ഇട്ടിട്ട് പോയി എന്ന് പറയുന്നതൊക്കെ അതൊന്നും വലിയ വിഷയമൊന്നുമില്ല. ഇതല്ല ഇവിടുത്തെ പ്രശ്നം. അല്ലെങ്കിൽ പുറമേ നിന്ന് 20 കുട്ടികളെ കൊണ്ടുവന്നു എന്ന് പറയുന്നത് അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം വേറെയാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ ഇതേ പറയാവൂ, അല്ലെങ്കിൽ ഈ വിഷയം കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകാമെന്ന് പറഞ്ഞു. നമുക്ക് ഓരോ കാര്യങ്ങൾ തീർത്ത് വേണമല്ലോ പോകാൻ. അപ്പോൾ അതിന് പോലും ക്ഷമയില്ലാതെ ഈ പറയുന്ന ആളുകളെല്ലാവരും നിഷ്പക്ഷരും നമ്മൾ പക്ഷം പിടിച്ച് പറയുന്ന ആളുമാണ്. ഇതിൽ എൻ്റെ ഒരു നിലപാട്, അല്ലെങ്കിൽ ട്രിക്സ് ചാനലിൻ്റെ നിലപാട് ഇതാണ്. കഴിഞ്ഞ ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിൽ അവർ നമ്മളെ വെല്ലുവിളിക്കുകയാണ്. നേരിട്ട് വന്ന് സംവദിക്കുക, എഡിറ്റ് ചെയ്യാതെ ഫുൾ ലെങ്ത്ത് നമുക്കിരുന്ന് സംസാരിക്കാം, ചർച്ച ചെയ്യാം. നിങ്ങളൊരു സ്ഥലം പറഞ്ഞോളൂ, ഞങ്ങളവിടെ വന്നോളാം. ഷിഹാബിന് വരാനുള്ള TA, അതായത് ട്രാവലിംഗ് എക്സ്പെൻസ് കൊടുത്താൽ മതി, അത് സീക്രട്ട് ഏജന്റ് ഷിഹാബിന് എത്തിച്ചോളാം എന്നാണ് പറയുന്നത്. ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഷിഹാബിന് വരാനുള്ള ട്രാവലിംഗ് എക്സ്പെൻസ് എത്രയാണെങ്കിലും ഞാൻ വഹിക്കുന്നതാണ്. സീക്രട്ട് ഏജന്റിന് വരാം, അതുപോലെ ഷിഹാബിനെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ വരാം. നമുക്ക് ലൈവായിട്ട് തന്നെ വേണമെങ്കിൽ അത് നിങ്ങളുടെ ചാനലിൽ ഇടാം. അതല്ലാതെ ഇനി നേരിട്ട് വന്ന് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരുപാട് തെളിവുകൾ ഷിഹാബിന്റെ കയ്യിലുണ്ടെന്ന് പറയുന്നത്, പക്ഷെ അതൊന്നും തരുന്നില്ല. ആകെ പുറത്തുവിട്ട കാര്യങ്ങൾ തന്നെയാണ് തരുന്നത്. അപ്പോൾ കൂടുതൽ തെളിവുകൾ ഉണ്ടെങ്കിൽ ഷിഹാബ് അതുമായിട്ട് വരൂ, നമുക്ക് സംസാരിക്കാം. ഷിഹാബിന്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും ഷിഹാബിന്റെ ഭാഗത്ത് തന്നെ നിന്ന് തന്നെയായിരിക്കും സംസാരിക്കുക. തെളിവുകളുടെ അടിസ്ഥാനത്തിലേ സംസാരിക്കാവൂ. അതല്ലാതെ ഒരു കാര്യം പറയുമ്പോൾ മറ്റു കാര്യത്തിലേക്ക് പോവുകയോ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അത് ഷിഹാബ് എന്ന് തന്നെയല്ല, ആരാണെങ്കിലും. ഇപ്പോൾ ഞാനൊരു വീഡിയോ കാണിച്ചല്ലോ, ആ ഒരു അമ്മയ്ക്കും വരാം. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ പ്രശ്നങ്ങളോ ആരോപണങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കതെല്ലാം ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോകാം. അതായിരിക്കും ഈ വിഷയത്തിൽ ഏറ്റവും നല്ല മാന്യമായ മാതൃകാപരമായിട്ടുള്ള ഒരു നടപടി എന്ന് പറയുന്നത്. വേദി എവിടെയാണെന്ന് അറിയിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വേദി മറ്റെവിടെയുമല്ല, മാജിക് പ്ലാനറ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വിഷയം നല്ല രീതിയിൽ അവസാനിക്കണം എന്ന് തന്നെയാണ് നമ്മളുടെയും ആഗ്രഹം. മാജിക്കൽ പ്ലാനറ്റ് തന്നെയാണ് അവൻ്റെ ഒരു വേദി. കാരണം അറിയാലോ,
പ്രശ്നങ്ങൾ തുടങ്ങിയത് അവിടെ നിന്നാണ്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെ തുടർ വീഡിയോകളും കാര്യങ്ങളും എല്ലാം കണ്ട ഈ വിവാദങ്ങൾ ഏതുവരെ പോകുന്നറിയില്ല. ഇതിലെന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടെങ്കിൽ ഇതിലാരെങ്കിലും ഒരു എന്താ പറയാ ആട്ടം തോലിട്ട ചെന്നായി ഇതിന്റെ കൂട്ടത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അവനെ ശരിക്കും തിരിച്ചറിഞ്ഞ് അതിൻ്റെതായ രീതിയിലുള്ള നിയമ നടപടികൾ കൊണ്ടുവരണം. കാരണം ഇങ്ങനെയുള്ള തെണ്ടിത്തരങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ളതാണ്. കാരണം ഒരു അംഗവൈകല്യത്തിന് മുന്നിൽ നിർത്തിയിട്ട് അല്ലെങ്കിൽ ഒരാളുടെ ഒരു പോരായ്മനെ മുന്നിൽ നിർത്തിയിട്ട് പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവരെ സിമ്പതി പിടിച്ചു വന്ന് പൈസ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയ മോശമായിട്ടുള്ള കാര്യമാണ്. കുടുംബത്തിൽ എന്താ പറയുക, കുടുംബത്തിൽ എത്ര കൊണ്ടുപോയാലും അത് കാണില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ വല്ല തെറ്റ് ആരിൻ്റെ ഭാഗത്താണോ, ഇതിങ്ങനെ ചെയ്യാനുള്ള സത്യാവസ്ഥ ആരിൻ്റെ ഭാഗത്താണോ, അവർ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. അതാ പറഞ്ഞത്, എന്നും സത്യത്തിൻ്റെ ഒപ്പം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്.